ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റുന്നു. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ എന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. പ്രതിയെ ജയിലിലേക്ക് തന്നെ അയക്കുകയാണ്. ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. കോടതി അല്പസമയം മുൻപാണ് പ്രതിയെ ഹാജരാക്കിയത്. പ്രതിയെ ഹാജരാക്കിയ സമയത്ത് യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ഈ കോടതിയിൽ നിന്നിരുന്നത്. ഈ സമയത്ത് മജിസ്ട്രേറ്റ് ചോദിച്ചു, ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മജിസ്ട്രേറ്റ് കൃത്യമായിട്ട് തന്നെ ചോദിക്കുകയുണ്ടായി. ഇതിന് യാതൊരു കൂസലുമില്ലാതെ പ്രതികരിക്കുകയായിരുന്നു ചെന്താമര ചെയ്തത്. ഒപ്പം തന്നെ ചെന്താമരയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ മജിസ്ട്രേറ്റിനോട് ചെന്താമര പെട്ടെന്ന് തന്നെ തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ചെന്താമര പറഞ്ഞത് തനിക്ക് ഒരു 100 വർഷമെങ്കിലും ശിക്ഷ നൽകണം, തന്നെ ശിക്ഷിച്ചോളൂ, 100 വർഷമെങ്കിലും തനിക്ക് ശിക്ഷ വേണം. തൻ്റെ മകനും മരുമക്കളും ഒക്കെ സമൂഹത്ത് വലിയ സ്ഥാനമുള്ളവരാണ്. മകൾ ാണ്, മരുമകനാണെങ്കിൽ പോലീസിലാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് സമൂഹത്ത് തൻ്റെ മകൾക്കും മരുമകനും ഒക്കെ സമൂഹത്ത് വലിയ വിലയുണ്ട്. തനിക്ക് അവരുടെ മുന്നിൽ തല കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തന്നെ ശിക്ഷിക്കൂ, തനിക്ക് ഒരു 100 വർഷമെങ്കിലും തന്നെ ശിക്ഷിക്കൂ എന്ന തരത്തിലാണ് ഇത്തരത്തിൽ പോലീസ് കോടതിയിൽ ചെന്താമര തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിയെ എത്തിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14 ദിവസത്തേക്കാണ് നെന്മാറയിലെ ഈ അരും കൊല നടത്തിയിട്ടുള്ള ചെന്താമരയെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആലത്തൂർ കോടതിയിലെ ജഡ്ജ് ഇന്ദുചൂടനാണ് ഇത്തരത്തിൽ 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കോടതിയിൽ പ്രതിയെ എത്തിക്കുമ്പോൾ വലിയ രീതിയിൽ ആളുകൾ കോടതി പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. കാരണം ആളുകളൊക്കെ ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തിട്ടുള്ള നരാധമനെ കാണുന്നതിനായി കോടതിയുടെ ചുറ്റുപാടും വലിയ രീതിയിൽ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളിൽ ചിലർ വലിയ രീതിയിൽ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്ന കാഴ്ചയും ആലത്തൂർ കോടതിക്ക് മുൻപാകെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ കാണുകയുണ്ടായി. ഇപ്പോഴേതായാലും പ്രതിയെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൻ്റെ ഭാഗത്തേക്കാണ് പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ പ്രതിയെ ഈ ആശുപത്രിക്ക് തൊട്ടപ്പുറത്ത് തന്നെയുള്ള സബ് ജയിലിലേക്ക് മാറ്റും. ജയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? കാരണം ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം, പ്രതിക്ക് ഭാവഭേദമൊന്നുമില്ല, താൻ ചെയ്തത് ഒരു തെറ്റായി പോലും അയാൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കൊലപാതകം നടത്തിയ സ്ഥലങ്ങളിൽ പോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായ കേസിൻ്റെ നാൾവഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ പ്രതിക്ക് അർഹതയുള്ള ശിക്ഷ ലഭിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ആ ശിക്ഷയിലേക്ക് ആ പ്രതിയെ കൊണ്ടെത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പോലീസിന് കൃത്യമായി ഇക്കാര്യത്തിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ നൽകും, അങ്ങനെ കരുതാൻ കഴിയില്ലേ അരുൺ ആലത്തൂർ? വിനോദ്, ഇപ്പോൾ പോലീസ് ഇന്ന് രാവിലെ തന്നെ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നത് ഉടൻ തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടികളിലേക്ക് കടക്കില്ല, നാളെയോ മറ്റന്നാളോ ആയിട്ടായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പിന്നീട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കും. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം കുറച്ചധികം കാര്യങ്ങൾ ഇനിയും പ്രതിയിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അടുത്ത ദിവസമായിരിക്കും ഇത്തരത്തിൽ പ്രതിയെ കസ്റ്റഡി
കസ്റ്റഡിയിൽ വാങ്ങുന്ന കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും മറ്റ് നടപടികളിലേക്കും കടക്കുക എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ആശുപത്രി ഭാഗത്തും നമുക്ക് ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. പൊതുജനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടുകയാണ്. ഇത്തരത്തിൽ ഈ അരും കൊല നടത്തിയിട്ടുള്ള ആ ക്രൂര കൊലപാതകിയെ, ക്രിമിനലിനെ കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളാണ് അവിടെയും. നേരത്തെ കോടതിയിലേക്ക് പ്രതിയെ എത്തിച്ചപ്പോഴും നിരവധി ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിയെ എത്തിക്കുമ്പോഴും ധാരാളം ആളുകൾ ഇവിടെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആലത്തൂരിലെ കോടതിയിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് പ്രതി യാതൊരു കൂസലുമില്ലാതെയാണ് കോടതിയിലേക്ക് എത്തിയത്. കോടതിയിലെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഭാവത്തിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കൂടാതെ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ മുറിവുകളോ മറ്റോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് തനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെന്താമര മജിസ്ട്രേറ്റ് മുൻപിൽ വലിയ രീതിയിൽ സംസാരിക്കുന്നത്. ആ സമയത്ത് ചെന്താമര പറയുന്നത് തനിക്ക് ശിക്ഷ നൽകിക്കോളൂ, തനിക്ക് ഒരു 100 വർഷമെങ്കിലും ശിക്ഷ നൽകണം. തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകളും അതുപോലെ തന്നെ മരുമകനുമൊക്കെ സമൂഹത്തിൽ വലിയ നിലയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മുൻപിൽ എനിക്ക് തല കാണിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് മജിസ്ട്രേറ്റ് മുൻപിൽ ചെന്താമര വാചാലനായത്. ഏതായാലും പ്രതിക്ക് ഇത്രയും വലിയ ക്രൂര കൊലപാതകങ്ങൾ ചെയ്തതിൻ്റെ യാതൊരു കൂസലുമില്ലാതെയാണ്, അതിൽ യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് ആ മജിസ്ട്രേറ്റിന് മുന്നിൽ കോടതിയിൽ നിന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ പ്രതിയെ ചോദ്യം ചെയ്ത സമയത്തും സമാന രീതിയിൽ തന്നെയായിരുന്നു. ഇന്നലെ രാത്രി 10:30 പ്രതി നെന്മാറയിൽ പിടിയിലാവുന്നു. അതിനുശേഷം നെന്മാറ പോലീസ് സ്റ്റേഷനിലും പിന്നീട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ എത്തിച്ച് പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നു. ആ സമയത്തൊന്നും തന്നെ ഒരു ലെവലേശം പോലും കുറ്റബോധമോ മറ്റോ ഒന്നും പ്രതിക്ക് ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലക്കേസിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ പ്രതിയെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് പരമാവധി ശിക്ഷ നൽകിക്കൊള്ളൂ, ഒരു 100 വർഷം വേണമെങ്കിലും തടവ് തന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയുന്ന കൊടും ക്രൂരനായ ഒരു പ്രതിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മജിസ്ട്രേറ്റിനോട് അദ്ദേഹം വാചാലനായി എന്നുള്ളതാണ്. കാരണം തനിക്ക് പരമാവധി ശിക്ഷ നൽകിക്കൊള്ളൂ എന്നാണ് ഈ പ്രതി പറയുന്നത്. താൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പല പ്രതികളും മജിസ്ട്രേറ്റിന് മുമ്പിൽ പറയുന്നതെങ്കിൽ ഇക്കാര്യത്തിലും വളരെ വ്യത്യസ്തമായ മറുപടിയാണ് ഈ പ്രതി മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയത്. അയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.